ബി ജെ പിയിലേക്ക് വോട്ട് ചോർച്ചയുണ്ടായത് CPM-ൽ നിന്നാണ്. എല്ലാ കാലത്തും പിണറായി വിജയനും മാർക്സിസ്റ്റുകാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? BJP-ക്ക് വോട്ട് കൂടുന്നു, അതെല്ലാം കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച, കോൺഗ്രസിൽ നിന്നുള്ള ചോർച്ചയാണ്. ഞാനതിൻ്റെ കണക്കുകളിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. പറയാത്തതിന് കാരണം എന്താ? നിയോജക മണ്ഡലങ്ങളിലുണ്ടായ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ അറിയാം എവിടെ നിന്നാണ് വോട്ട് ചോർന്നത്. ഇവിടെ 10 നിയോജക മണ്ഡലങ്ങളിൽ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. 2 മണ്ഡലങ്ങൾ മലപ്പുറത്തും അതുപോലെ തന്നെ വയനാട് 3,00,000-ലധികമാണ്. പൊന്നാനിയും എറണാകുളവും 2,00,000-ലധികം വോട്ടുകളാണ്. അങ്ങനെ 10 മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ 1,00,000-ലധികം വോട്ടുകളോടുകൂടി ജയിച്ചു. എന്നാൽ LDF-ന് എവിടെയെങ്കിലും ഇതുപോലെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. BJP-ക്ക് കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം എത്ര? മൊത്തം കണക്ക് നോക്കണം. തിരുവനന്തപുരത്ത് BJP 3,00,000-ലധികം വോട്ട് നേടി. ആറ്റിങ്ങലിലും അതുപോലെ 3,00,000-ലധികം വോട്ട് കിട്ടി. ആലപ്പുഴ മണ്ഡലത്തിൽ 2,99,648, 3,00,000-നോട് അടുത്തു ശോഭാ സുരേന്ദ്രൻ. വിജയിച്ച തൃശ്ശൂർ 4,12,338 വോട്ടാണ്. ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ BJP വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ്ണ താലത്തിൽ വെച്ച് BJP-ക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപി, തൃശ്ശൂരിലുള്ളത് എത്ര നിയോജക മണ്ഡലങ്ങളാണ്? തൃശ്ശൂരിൽ 7 നിയോജക മണ്ഡലം. ഈ 7 നിയോജക മണ്ഡലങ്ങളിലും തൃശ്ശൂർ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ആണ് വിജയിച്ചത്. ഇതിൽ ഒല്ലൂര് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട, ഈ 2 മണ്ഡലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 2 മന്ത്രിമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് അല്ലേ? ഈ മന്ത്രിമാരുടെ മണ്ഡലത്തിലും എന്താ സ്ഥിതി സംഭവിച്ചിരിക്കുന്നത്? ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും BJP-ആണ് 1-ാം സ്ഥാനത്ത്. ഞാൻ അന്വേഷിച്ചു. അതായത് തൃശ്ശൂരും ഇരിഞ്ഞാലക്കുടയും LDF CPM 3-ാം സ്ഥാനത്താണ്. CPM 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. അവിടെ പിന്നെ എങ്ങനെ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം CPI-യുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞു, അവിടെ വോട്ട് ചോർച്ച ഉണ്ടായത് UDF കോൺഗ്രസിൽ നിന്നാണ്. അവർ തോറ്റ സീറ്റാണ്. പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ, വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് അദ്ദേഹത്തിന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെടുത്തി വേണ്ടേ EP ജയരാജനും ജവാദ് സാവേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച? അവരുണ്ടാക്കിയ ഈ രഹസ്യ ഡീൽ എന്തായിരുന്നു? BJP CPM അന്തർധാരയെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കാലം മുതൽ മറുപടി പറഞ്ഞു. അതിന് CPM-ൻ്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തൃപ്തികരമായൊരു മറുപടി എന്നാ ഉണ്ടായത്? വോട്ടെടുപ്പിൻ്റെ ദിവസം. വോട്ടെടുപ്പിൻ്റെ ദിവസം EP ജയരാജൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? EP ജയരാജനെ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയുകയല്ലേ ചെയ്തത്. അപ്പം അതിൻ്റെ അർത്ഥം ഈ തൃശ്ശൂർ 2 അക്കം എന്ന് മോഡി ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ പിന്നിലുള്ളത് BJP CPM ഡീലാണ്. അത് യാതൊരു തർക്കവുമില്ല. കാരണം ഈ വോട്ടിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ആ ഡീല് എത്രമാത്രം ശക്തമായി അവിടെ നടപ്പിലായി എന്ന് പറയുന്നത്. ഈ ഇരിഞ്ഞാലക്കുട മണ്ഡലം, അത് ആ മണ്ഡലത്തിന് മന്ത്രിയുടെ മണ്ഡലം എന്ന് മാത്രമല്ല, കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അവിടെ വന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു, കരുവന്നൂർ ബാങ്കിൽ കൊള്ളയടിച്ച ആളുകളെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ അവരെല്ലാം ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞു. അടച്ചോ ആരെങ്കിലും? അടയ്ക്കാത്തതിന് കാരണം എന്താ? ആ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ എങ്ങനെ ഈ LDF CPM 3-ാം സ്ഥാനത്ത് പോയി? പിണറായി മുഖ്യമന്ത്രി ഇന്നലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് എന്തോ ഒരു വൈമനസ്യമുള്ളതുപോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞ ആഴത്തിൽ പഠിക്കും. ഞാൻ ആവശ്യപ്പെടുകയാണ്, വളരെ ആഴത്തിൽ പഠിക്കണം. തൃശ്ശൂരുള്ള തോൽവി മാർക്സിസ്റ്റ് പാർട്ടിയും CPI-യും ഒന്ന് ആഴത്തിൽ തന്നെ പഠിക്കണം.
ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായത്. ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം.